എല്ലാവർക്കും ഹയാ സോൾഡിൻ്റെ റംലാൻ ആശംസകൾ. ഇന്നൊരു സ്പെഷ്യൽ നോമ്പുതുറ ഡിഷാണ് കാണിക്കുന്നത്, പുഴുങ്ങൽ റോട്ടി. ആദ്യം 2 ഗ്ലാസ് നാട്ടരി ചൂടുവെള്ളത്തിൽ കുതിരാൻ വെക്കുക. അതായത് നമ്മൾ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന അരി. അത് 2 മണിക്കൂർ മാറ്റി വെക്കുക. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിനായിട്ട് കഴുകി വൃത്തിയാക്കിയ 1/2 കിലോ ഇടത്തരം വലുപ്പമുള്ള ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. 1 കുടം വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചിയും ചതച്ചത്, 4 പച്ചമുളക് ചെറുതാക്കി എരിഞ്ഞത്, 1 തക്കാളി ചെറുതാക്കി എരിഞ്ഞത്, 2 സവാള നീളത്തിൽ അരിഞ്ഞത്. ചൂടായ എണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് ഇളക്കുക. അതൊരുവിധം മൂത്ത് വരുമ്പോൾ സവാള അരിഞ്ഞത് ഇടുക. അതിലേക്ക് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ഇടുക. സവാള നന്നായി വഴറ്റിയതിനു ശേഷം തക്കാളി ഇടുക. അത് വഴറ്റി കഴിയുമ്പോൾ മസാല ചേർക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. മസാല എല്ലാം ചേർത്ത് നന്നായി ഇളക്കുക. അതിലേക്ക് 1 പിടി മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. കഴുകി വൃത്തിയാക്കിയ ചെമ്മീൻ അതിലേക്ക് ചേർത്ത് ഇളക്കുക. അര ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് ഇളക്കുക. ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കി 10 മിനിറ്റ് മൂടി വയ്ക്കുക. ഇടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കുക. 5 മിനിറ്റ് കഴിയുമ്പോൾ ഫ്ലെയിം സിമ്മിലാക്കി മൂടി വെക്കണം. വെള്ളം കുറച്ച് വറ്റിയതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി നമുക്ക് നേരത്തെ കുതിരാൻ വെച്ച അരി അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുതിർത്ത അരിയും 1 ടീസ്പൂൺ പെരുംജീരകവും 1 ടീസ്പൂൺ ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ഇതേപോലെ അരച്ചെടുക്കുക. വെള്ളം കൂടുതലാണെങ്കിൽ കുറച്ച് അരിപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ട് കുഴയ്ക്കുക. ഉപ്പ് നോക്കിയതിന് ശേഷം പോരെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി കഴുകി വൃത്തിയാക്കിയ ഒരു വാഴയില എടുത്ത് അതിൽ കുറച്ച് എണ്ണ തടവുക. ഇനി കുഴച്ചു വെച്ച മാവിൽ നിന്ന് കുറച്ചെടുത്ത് ഇതേപോലെ കൈ കൊണ്ട് കനം കുറച്ച് പരത്തുക. നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച മസാലയിൽ നിന്ന് കുറച്ചെടുത്ത് ഇതേപോലെ നിരത്തി വയ്ക്കുക.
ഇനി വേറൊരു വാഴയില എടുത്ത് കുഴച്ച് വെച്ച മാവിൽ നിന്ന് കുറച്ചെടുത്ത് ഇതേപോലെ കൈകൊണ്ട് പരത്തി കമഴ്ത്തി അതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക. കമഴ്ത്തി വെച്ചതിന് ശേഷം അരിക് ഇതേപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ ഒരു പാത്രത്തിൽ ആവിയിൽ പുഴുങ്ങാൻ വെക്കുക. അതിൻ്റെ മുകളിലേക്ക് ഒന്നുകൂടി വെക്കാം. അതിനുശേഷം 20 മിനിറ്റ് മൂടി പുഴുങ്ങാൻ വയ്ക്കാം. 20 മിനിറ്റിന് ശേഷം നമ്മുടെ പുഴുങ്ങൽ റൊട്ടി റെഡി. ഇത് ചെമ്മീൻ കൊണ്ട് മാത്രമല്ല, മീൻ കൊണ്ടും ഇറച്ചി കൊണ്ടും ഉണ്ടാക്കാം. ഇത് ആവിയിൽ പുഴുങ്ങിയെടുത്തത് കൊണ്ട് നോമ്പുതുറയ്ക്ക് പറ്റിയ ഭക്ഷണമാണ്. വയറിനൊന്നും കേടുവരില്ല. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക് യു.